ഹായ്, എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. ബറോസ് മോഹൻലാലിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് ബറോസ്. ഒരുപാട് പ്രതീക്ഷകളൊന്നും വെക്കാതെ ഒരു കുട്ടികളുടെ സിനിമ എന്ന രീതിയിൽ തന്നെയാണ് അവർ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. മുൻകാല മോഹൻലാൽ ചിത്രങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഫാൻസ് ഷോ ഒക്കെ വെച്ചുകൊണ്ട് ഭയങ്കര ഹൈപ്പിലാണ് വന്നിട്ടുള്ളത്. അത് പലതും പരാജയപ്പെട്ടു പോയിട്ടുമുണ്ട്. അതുകൊണ്ട് ബറോസ് പുള്ളി ഡയറക്ടർ സിനിമയായതുകൊണ്ട് ഒരു അമിത പ്രതീക്ഷയോട് കൂടി പ്രേക്ഷകൻ വരുമെന്ന് അറിയാവുന്നുണ്ട്. ഇത് കുട്ടികളുടെ സിനിമയാണ്. ആ കാറ്റഗറിയിൽ ആ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുട്ടികളെ കൂട്ടി വരിക. ഇതൊരിക്കലും ഒരു ഫാൻസിനുള്ള പടമല്ലെന്ന് പുള്ളി ഓൾറെഡി പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റോടെ ഈ പടം കാണുവാണെങ്കിൽ നമുക്ക് ഒരു തവണ കാണാനുള്ള ഒരു പടമുണ്ട്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ മോഹൻലാൽ തീരുമാനിക്കും. മോഹൻലാൽ നോർമൽ ഇപ്പൊ ലൂസിഫർ പൃഥ്വിരാജ് ചെയ്തുകൊണ്ട് ഒരു ആക്ഷൻ മൂവി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മൂവീസ് പുള്ളിക്ക് ചെയ്യും. പക്ഷെ പുള്ളി ഒരു വ്യത്യസ്തത, അതായത് നമ്മൾ നടപ്പ് രീതിയിൽ നിന്ന് മാറി ഒരു സിനിമ ചെയ്യുക. അതൊരു സിനിമയാണെങ്കിൽ ഒരു സിനിമ അത് മതി. ഡയറക്ടർ എന്നൊരു ആഗ്രഹത്തിൽ എന്തെങ്കിലും പുതുമ നൽകുക പ്രേക്ഷകർ എന്നുള്ള ചിന്തയിൽ നിന്നാണ് പുള്ളി ഇന്നത്തെ 3D ഫിലിമായിട്ട് വന്നത്. ഏതായാലും മോഹൻലാൽ എന്ന് പറയുന്ന ഡയറക്ടർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നല്ല രീതിയിലാണ് സിനിമ വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രേക്ഷകൻ സാധാരണ പ്രേക്ഷകൻ പടം കാണുമ്പോൾ ലാഗടിച്ച് പടം ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ കുട്ടികൾക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതിനുള്ള പല കാര്യങ്ങളും സിനിമയിലുണ്ട്. അപ്പൊ നമ്മളിത് കുട്ടികളുടെ സിനിമയാണെന്ന് അവർ മുൻകൂട്ടി പറയുകയും അതിനുശേഷം അവിടെ പോയിട്ട് സിനിമ ഇഷ്ടപ്പെട്ടില്ല, ലാഗാണ്, കഥയില്ല, അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി അവർ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ മൈൻഡ് സെറ്റിൽ ഈ സിനിമ കാണാൻ പോകും. ഈ സിനിമയുടെ ഡ്രോബാക്ക് ആയിട്ട് ഇതിന്റെ താരങ്ങളെല്ലാം വിദേശത്തുള്ള ആൾക്കാരാണ്. മലയാളികൾ അല്ലെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള താരങ്ങൾ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് അങ്ങോട്ട് കൺവിൻസ് ആവാത്ത പല രീതിയിലും ഉണ്ട് ആ സിനിമയിൽ. അവരുടെ താരങ്ങൾ ഇപ്പൊ ഇംഗ്ലീഷ് താരങ്ങളായതുകൊണ്ട് നമുക്ക് വിഷ്വലായിട്ടില്ല, പക്ഷെ അവരുടെ ഡയലോഗ് ഡെലിവറി രീതികളൊക്കെ കാണുമ്പോൾ നമുക്കൊരു കല്ലുകടിയായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. 3D ആണ്. അപ്പൊ അതുകൊണ്ട് തിയേറ്ററിൽ പോയി 3D ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് പോയി സിനിമ കാണുക. കുട്ടികൾക്ക് ഈ ചിത്രം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഫറോസ് എന്ന് പറയുന്ന മോഹൻലാലിന്റെ ആദ്യത്തെ സിനിമ, ആ സിനിമയിൽ പുതിയൊരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു നല്ല സിനിമയായിട്ടാണ് മോഹൻലാൽ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമ കാണുക. ഇനി മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ സിനിമ ചെയ്യാൻ സാധ്യത കുറവാണ്. പുള്ളി ലൂസിഫറൊക്കെ അഭിനയിച്ച് വന്നപ്പോൾ പൃഥ്വിരാജിനെ പോലുള്ളവരൊക്കെ ഡയറക്റ്റ് ചെയ്ത് കണ്ടപ്പോൾ നമ്മൾ ഇത്രയും വർഷം സിനിമയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാം എന്ന ചിന്തയിൽ നിന്ന് പുള്ളി തിരഞ്ഞെടുത്തൊരു വഴിയാണിത്. പക്ഷെ ഇനി ഒരു മോഹൻലാൽ ചിത്രം അല്ലെങ്കിൽ മോഹൻലാൽ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ഇനി പ്രതീക്ഷിക്കേണ്ട എന്നാണ് തോന്നുന്നത്. പക്ഷെ പുള്ളി ചെയ്ത സിനിമയിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് പുള്ളി വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഈ സിനിമ ഒരു 3D ചിത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഈ സിനിമ കുട്ടികൾക്കുള്ള സിനിമയാണ്. അപ്പോൾ ഈ സിനിമ പോയി കണ്ടിട്ട് ഫാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാൻസ് അല്ലാത്ത ആൾക്കാരും ഈ സിനിമയെ നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ സിനിമ എന്ത് ജോണറാണോ ആ രീതിയിൽ പോയി സിനിമ കാണുക. ഒന്ന് കാണാനുള്ള സിനിമയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഇത്രയും കാര്യങ്ങൾ എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട്